ഒരു ദിവസം റെസ്ക്യൂ ഓപ്പറേഷന് പോയ എറണാകുളത്തു നിന്നുള്ള ഫയർഫോഴ്സ് സേനാംഗങ്ങൾ ശരിക്കും ഞെട്ടി. അതുവരെ നമ്മൾ പല റെസ്ക്യൂ ഓപ്പറേഷനുകൾ നമ്മൾ ചെയ്തിട്ടുണ്ടെങ്കിലും, അപ്പോൾ ചിതറിച്ചെറിച്ച ശരീരഭാഗങ്ങൾ ഉൾപ്പെടെ നമ്മൾ ചെയ്തിട്ടുണ്ടെങ്കിലും, നമ്മളന്ന് അവിടെ ഒരു സെർച്ച് ചെയ്യുമ്പോൾ കുറച്ച് ചെളിയും കല്ലൊക്കെ അടിഞ്ഞൊരു പ്രദേശം ഉണ്ടായിരുന്നു. ആ പ്രദേശത്തിൻ്റെ വീടിൻ്റെ ബാക്കിൽ നമ്മൾ സെർച്ച് ചെയ്യുമ്പോൾ എന്തോ ഒരു ഹ്യൂമൻ ബോഡിയുടെ ഒരു പാർട്സ് പോലെ നമുക്ക് തോന്നി. അപ്പോൾ നമുക്കത് ഉറപ്പില്ല, കാരണം മൃഗങ്ങളുടെ ആണോ എന്ന് ഉറപ്പില്ല. അപ്പോൾ അതിനുശേഷം നമ്മളത് അതെടുത്ത് മാറ്റി ആരോഗ്യ പ്രവർത്തകരെ വിളിച്ചു. അപ്പോൾ റെഡ് ക്രോസുകാരാണ് വന്നത്. റെഡ് ക്രോസുകാർ വന്നപ്പോഴത്തേക്ക് അവർ പറഞ്ഞതൊരു ഹ്യൂമൻ ബോഡിയുടെ പാർട്ടാണ്, ഒരു കുടൽ അങ്ങനത്തെ ഒരു ഭാഗമാണെന്ന് പറഞ്ഞു. അപ്പോൾ അവർ അത് വാഷ് ചെയ്തു. അപ്പോൾ നമ്മുടെ മുമ്പ് വെച്ച് തന്നെ അത് വാഷ് ചെയ്തിട്ട് പറഞ്ഞു ഇതൊരു ലേഡിയുടെ വയറിൻ്റെ കുടലിൻ്റെ ഭാഗമാണെന്ന് പറഞ്ഞു. ഗർഭപാത്രമായിരുന്നു. സംഭവം പോസിറ്റീവായിരുന്നു. ഒരു ഗർഭപാത്രത്തിൽ കുട്ടി ഉണ്ടായിരുന്നു എന്ന് അവർ പറഞ്ഞു. അപ്പോൾ അതിനുശേഷം അവരത് കൺട്രോൾ റൂമിലേക്ക് കൊണ്ടുപോയി ചെയ്തത്. നമുക്കൊന്ന് സഹിക്കാൻ പറ്റുന്നതിനും അപ്പുറത്തായിരുന്നു അത്. കാരണം നമ്മളെല്ലാവരും മനുഷ്യരല്ലേ, നമുക്കത് വല്ലാത്തൊരു അവസ്ഥയായിപ്പോൾ നമ്മളത് വല്ലാണ്ടായി പറഞ്ഞു. ഒരു 2 ദിവസത്തേക്ക് നമ്മൾ വീട്ടിൽ വിളിക്കുമ്പോഴാണെങ്കിലും നമുക്ക് ഇതിനെപ്പറ്റിയുള്ള വിവരങ്ങൾ നമ്മുടെ നാട്ടുകാരും കൂട്ടുകാരും അതുപോലെ സ്റ്റേഷനിലുള്ള ജീവനക്കാരൊക്കെ വിളിച്ച്